ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവളെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി. ആ സിയോട് യാചിച്ചു. അയാൾ എന്നെ ആട്ടി പുറത്താക്കിയില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഹോൾഡ് ഉള്ളിടത്തൊക്കെ ഞാൻ ശ്രമിച്ചു. പിന്നെ ക്ലബിലെ പുഷ്പകലയുടെ ഹസ്ബൻഡ് വിജിലൻസ് SP യാ. ഞാൻ അയാളെ കൊണ്ടുവരെ പറയിപ്പിച്ചു നോക്കി. ഒരു രക്ഷയില്ല. ഇവരെന്ത് നുണയാ ദൈവമേ തട്ടിവിടുന്നേ. വൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇവളെന്തിനാ അയാളെ കൊന്നുകളഞ്ഞേ? അവളാരെയും കൊല്ലില്ല. ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും എന്റെ മകൾക്കില്ല. എന്തായാലും നീ സമാധാനമായിട്ടിരിക്കെ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരാളെ കൂടി ഒന്ന് വിളിക്കട്ടെ. ദീപക്കെ, നീ വന്നേ. ഐസക് സാറല്ലേ, ഫോറൻസിക് ഓഫീസർ? ഞാനേ അംബിക വർമ്മയാ സാർ. മകളെ രക്ഷിക്കാമെന്ന് ആങ്ങളയോട് പറഞ്ഞിട്ട് ഏതോ ഒരു ഓഫീസറെ വിളിക്കുന്നത് ഫോറൻസിക് ഓഫീസറെ. അവളെ പൂട്ടാൻ ഇവര് വല്ലാത്തൊരു ക്യാരക്ടർ. പിന്നെ ഞാനെങ്ങനെ ക്രിമിനൽ ആകാതിരിക്കും? ഈ മുതലിന്റെ അല്ലേ മോൻ. ഓക്കെ സാർ, താങ്ക് യു. ഫണ്ട് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ആ കാര്യം ഓക്കെ ആയി. എന്താ അമ്മേ? പൂട്ടണമെങ്കിൽ എല്ലാ കെട്ടുകളും ഒന്നും മുറുക്കണ്ടേ? ഫോറൻസിക് ഓഫീസറെ ഞാൻ വിളിച്ചത്. നാളെ ഫോറൻസിക് റിസൾട്ട് വരും. ആ ഗണ്ണിന്ന് കിട്ടാൻ പോകുന്നതേ അവളുടെ ഫിംഗർ പ്രിന്റ് തന്നെയാ. അപ്പൊ ജഗന്നാഥനെ കൊന്നത് ഋതിക തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയുന്നു. യെസ്. അല്ല, ഫിംഗർ പ്രിന്റ് വരാതെ അമ്മ എങ്ങനെ ഗണ്ണുപയോഗിച്ചത്? വെറും ഗ്ലൗസ്. ഷൂട്ട് ചെയ്തതിന് ശേഷം ഗണ്ണ് അവളുടെ കർച്ചീഫിൽ പൊതിഞ്ഞ് കാട്ടിലെറിഞ്ഞു. അപ്പോ നാളെ എന്താ സംഭവിക്കുന്നേ? അതിനെന്തിനാടാ മണ്ട ഇത്രയും സംശയിക്കുന്നേ? കൊലക്കേസ് പ്രതിയായി ഉറപ്പിച്ച് തൽക്കാലം അവളെ കോടതി റിമാൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ശത്രു ജയിലിലേക്ക്. അകലെ